മോനെ എല്ലാം അറിയാലോ, നൃത്തം, സംഗീതം, പാചകം. അതുകൊണ്ടൊന്നുമല്ല മുത്തശ്ശി, ഇത്രയും നല്ല രുചിയുള്ള ഭക്ഷണം ഞാൻ എന്റെ ജീവിതത്തില് ഇതുവരെ കഴിച്ചിട്ടില്ല. എന്തൊരു സ്വാദ്! മുത്തശ്ശി പാചകത്തിലൊരു വിദഗ്ധയാണെന്ന് എനിക്ക് അറിയാമായിരുന്നു, പക്ഷെ ഇത്രയും ഞാൻ പ്രതീക്ഷിച്ചില്ല. അതെ, കറികൾക്കൊക്കെ തേങ്ങ ചിരകിയത് ഞാനാ. തേങ്ങ നല്ലപോലെ ചിരകിയതുണ്ടാവണം, കൂട്ടൊക്കെ നല്ലപോലെ അരഞ്ഞിട്ടുണ്ട്. നമ്മുടെ പാടത്ത് വിളഞ്ഞ പുന്നല്ലേ രീതി ചോറ ഇത്. വിളമ്പട്ടെ. മതി മതി, വേഗം കഴിക്കു ചേട്ടാ, ഇപ്പൊ തിരിച്ചാലേ വൈകിട്ട് വീട്ടിലെത്തൂ. നാളെ ഓഫീസിൽ പോകണ്ടല്ലേ? ഇപ്പൊ പോവേ, നല്ല കഥയായി. ഇവിടെ ആദ്യമായി വന്നിട്ട്. അത് ശരിയാ, മുത്തശ്ശി നിർബന്ധിച്ചാ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ചേട്ടൻ ഇനി ഒരു ദിവസം പോലും ലീവില്ല എന്നുള്ളത് മറന്നുപോയോ? എനിക്ക് എന്റെ ജോലിയേക്കാൾ വലുത് എന്റെ മുത്തശ്ശിയാ. എന്തു പറഞ്ഞാലും ശരി, ഇന്നൊരു ദിവസത്തേക്ക് നിങ്ങൾ എവിടുന്ന് വിടുന്ന പ്രശ്നമില്ല. നാളത്തെ കാര്യം നമുക്ക് ആലോചിക്കാം, അല്ലേ ഗുരുക്കളെ? എന്താ പറഞ്ഞത്? ഞാൻ കേട്ടില്ല. മാങ്ങാത്തൊലി. അതിനിപ്പോ ഞാനെവിടെ പോവാനാ? ഉപ്പ് വാങ്ങാ മതിയോ? എന്നാൽ ഇത്രയും നല്ലൊരു ചുണക്കുട്ടിയെ ഇന്ദുവിന് ഭർത്താവായി കിട്ടിയല്ലോ. മുത്തശ്ശിക്ക് സമാധാനായി. ഈ കഴിവുകൾ എന്ന് പറയുന്നത് നമ്മുടെതാണ് മുത്തശ്ശി, എല്ലാം മോളിലുള്ള ഒരാൾ തരുന്നതല്ലേ? അതേ മുത്തശ്ശി, 2-4 ദിനം കൊണ്ടൊരുത്തനെ തണ്ടിലേറ്റി നടത്തുന്നതും ഭവാൻ. മാളിക മുകളിലേറിയ മന്നന്റെ തോളിൽ മാറാപ്പ് ഏറ്റുണ്ണഴും ഭവാൻ. ഞങ്ങള് കുടുംബപരമായിട്ട് വലിയ ഈശ്വര വിശ്വാസികളാ. സമയം കിട്ടുമ്പോഴൊക്കെ ജ്ഞാനപ്പാന പാടിക്കൊണ്ടിരിക്കും അല്ലേ? ഈശ്വര വിശ്വാസം വളരെ നല്ലതാ ഉണ്ണി. ഉണ്ണിയല്ല, വിശ്വനാഥൻ. എനിക്കെല്ലാം ഒന്നാ. എന്റെ മോനെ, ഇന്തൊരു കഥയില്ലാത്തോള. കോളേജിലൊക്കെ പോയി പഠിച്ചെന്നല്ലാതെ ഒരു കാര്യം നോക്കി നടത്താൻ അവൾക്കറിയില്ല. അയ്യോ, അങ്ങനൊന്നും പറയരുത് മുത്തശ്ശി. ഒരു ചുക്കിനും ചുണ്ണാമ്പിനും കൊള്ളാത്ത എന്റെ ഈ പെങ്ങളെ വെച്ച് നോക്കുമ്പോ ഇന്ദു എന്തു മിടിക്കുക. ബുദ്ധിയില്ല എന്നുള്ളത് പോട്ടെ, അല്പമെങ്കിലും സൗന്ദര്യം ഉണ്ടായിരുന്നെങ്കിൽ ഏതെങ്കിലും മണ്ടന്മാരെങ്കിലും വന്ന് കെട്ടിക്കൊണ്ടുപോയി. വിശ്വം, കുറുമ്പ് കുറച്ച് കൂടുന്നുണ്ട് കേട്ടാ. അതെയോ? ആ, ഞാൻ മോളെ കാണാൻ കാത്തിരിക്കായിരുന്നു. വരും. അതെ, ഓവർ ആക്ടിങ് വേണ്ട. ഒരു ഇളിച്ച ചിരിയും തമാശ പറച്ചിലും കുറച്ച് കൂടുന്നുണ്ട്. ഈ കഥാപാത്രം ഭംഗിയാക്കണമെങ്കിൽ അല്പം ഓവർ ആക്ടിങ് വേണം. ആക്ടിങ്ങിനെ കുറിച്ച് നീ എന്നെ പഠിപ്പിക്കണ്ട, എനിക്കറിയാം. ഇതെല്ലാം ഇന്ദുവിന് അവകാശപ്പെട്ടതാ. മോൻ നോക്കണ്ട, മോനുണ്ട് എന്റെ വക ഒരു സമ്മാനം. മുതുമുത്തശ്ശന്മാരെ കാലം മുതലൊക്കെ ഈ തറവാടിന്റെ ഐശ്വര്യ ഈ പുലിനാഗം കെട്ടിച്ച മാല. ഇത് ഇന്ന് മുതൽ വിശ്വന്റെ കൈത്തി കിടക്കട്ടെ. ധാരാളം സ്വർണ്ണമാലകള് എനിക്ക് സ്വന്തമായിട്ട് വേറെ ഉണ്ടെങ്കിലും ഇതിന് ഞാനൊരു സെന്റിമെന്റൽ വിലയാ കൽപ്പിക്കുന്നു മുത്തശ്ശി. ഇപ്പോ എന്നെ കണ്ടാൽ കൊച്ചി രാജകുടുംബത്തിലെ കൊച്ചി തമ്പുരാനെ പോലെയുണ്ട് അല്ലേ മുത്തശ്ശി? അയ്യോ മുത്തശ്ശി, എന്താ കാണിച്ചേ? ചേട്ടന്റെ കഴുത്തിലാണോ ഇത്ര വില കൂടിയ മാലയൊക്കെ ഇട്ടു കൊടുക്കുന്നത്? ഈ തറവാടിന്റെ ഐശ്വര്യം നഷ്ടപ്പെട്ടത് തന്നെ. അതെന്താ മോളെ നീ അങ്ങനെ പറഞ്ഞേ? ഞങ്ങളുടെ തറവാട്ടുകാർക്ക് പാരമ്പര്യമായിട്ട് ഒരു കുഴപ്പമുണ്ട്. തറവാട്ടിലെ ആണുങ്ങളെല്ലാം വലിയ ദാനശീലരാ. ഒന്നും വേണ്ട മുത്തശ്ശി, കല്യാണം കഴിഞ്ഞിട്ട് ചേട്ടന്റെ വിരലിൽ ഒരു വിവാഹ മോതിരമെങ്കിലും ഉണ്ടോന്നൊന്ന് നോക്കിയേ. എത്ര മോതിരം കിടന്ന കയ്യാ ഇത്. ആരെങ്കിലും വന്ന് വല്ല ബുദ്ധിമുട്ടോ സങ്കടമോ പറഞ്ഞ ഉടനെ അങ്ങ് ഊരിക്കൊടുക്കും. ശിവ ശിവ, എന്താ വിശ്വ കേക്കണത്? ഞങ്ങളുടെ കുടുംബ സ്വത്താ ഈ മാല. അത് അന്യാധീനപ്പെടുത്താൻ ഞാൻ സമ്മതിക്കില്ല. അതൊന്ന് ഊരി കൊടുക്കു ചേട്ടാ. മുത്തശ്ശി പേടിക്കണ്ട, ഇതാർക്കും കൊടുക്കില്ല. ഇപ്പൊ തന്നെ കൊണ്ടുപോയി പെട്ടിയിൽ ഭദ്രമായി പൂട്ടി വെച്ചിട്ട് വരാം. അതൊക്കെ ചേട്ടൻ ഇപ്പൊ പറയും. പെട്ടിക്കകത്തുനിന്ന് ഓരോന്നെടുത്ത് എത്ര ആൾക്കാർക്ക് കൊടുത്തിട്ടുണ്ടെന്നോ? അതേ വിഷയം, അതിന് തന്നേക്ക് ചേട്ടാ. ഞാൻ എന്റെ കയ്യിൽ വെച്ചോളാം. ഇതാ മുത്തശ്ശി. ഇതാ മോളെ, നീ അകത്ത് കൊണ്ടുപോയി വെക്ക്. ഓ, 1-2 ചൂട് നടന്നതേ ഉള്ളൂ. കാലിനൊക്കെ എന്തൊരു വേദന. ഈശ്വര, നടക്കാൻ പോലും വയ്യ. നല്ല വേദനയുണ്ടോ മുത്തശ്ശി? ഉണ്ടോന്നോ? ദേഹാസകലം കോച്ചി വലിക്കുക. ഒരു വാക്ക് എന്നോട് പറയാത്ത എന്താ? മുത്തശ്ശിക്ക് അറിയോ, ഞങ്ങളുടെ കുടുംബത്തിലെ പെൺകുട്ടികൾക്ക് പരമ്പരാഗതമായി കിട്ടിയ ഒരു കഴിവുണ്ട്. അവരുടെ കൈ കൊണ്ടൊന്ന് തൊട്ടാ മതി, ഏത് വേദനയും പമ്പ കിടക്കും.
പ്രത്യേകിച്ചും ഈ തലമുറയിൽ എവളുടെ കൈപ്പുണ്യം ഒന്നും വേറെ തന്നെയാ. തടവി കൊടുക്കൂലേ? വേണ്ട കുട്ടി, കുട്ടി ഇതൊന്നും ചെയ്യണ്ട. അതൊക്കെ ഞാൻ ഗുരുക്കളെ കൊണ്ട് ചെയ്യിച്ചു. അയ്യോ, അതിന്റെ ആവശ്യം എന്താ? നമ്മുടെ മുത്തശ്ശിയെ പോലെയല്ലേ ഈ മുത്തശ്ശിയും. തടവി കൊടുക്ക. എവളുടെ ഒരു സ്പെഷ്യൽ സ്റ്റൈലുണ്ട്, അതൊന്ന് കാണണം. വീണയിൽ ഇങ്ങനെ വിരലോടിക്കുന്ന പോലെ ഇരിക്കും. കണ്ടോ? ആത്മാർത്ഥ കണ്ടോ? ഓ, ആവും, എന്തൊരു ആശ്വാസം മോളെ. വരും മോനെ. പണ്ട് മുതൽക്കേ ഈ തറവാട്ടില് ഒരു വിവാഹം നടന്നാൽ അവരാദ്യമായി ഒന്നിച്ച് കഴിയുന്ന ഒരു മുറിയുണ്ട് ഇവിടെ. അതിന്ന് നിങ്ങൾക്ക് വേണ്ടി ഞാൻ ഒരുക്കിയിരിക്കുകയാണ്. എന്നെ സംബന്ധിച്ചിടത്തോളം നിങ്ങളുടെ വിവാഹവും ആദ്യരാത്രിയും എല്ലാം ഇന്ന. വരൂ. മുത്തച്ഛി, മുത്തശ്ശി, ഞാനെന്നാ വേണ്ട, കുട്ടി ഇന്ന് എന്നോടൊപ്പം കിടന്നാ മതി. നേരത്തെ കുട്ടി എന്റെ കാല് ഒഴിഞ്ഞു തന്നപ്പോ എന്തൊരു ആശ്വാസമായിരുന്നു. ഇന്ന് രാത്രി കുട്ടി എന്റെ ദേഹ ആസകലൊന്ന് ഒഴിഞ്ഞു തരണം. ഇവിടെ കിടന്നോളൂ, ഞാൻ പുറത്തെവിടെയെങ്കിലും കിടന്നോളാം. അയാൾ പോയി. അയാൾ അപ്പോഴേ പോയി. അമ്മേ, ഹലോ. ആ, എന്തൊക്കെയുണ്ട് ഉറുപ്പേട്ടാ? ശരി, അപ്പൊ വൈകിട്ട് കാണാം. ഓ, ഞാൻ കുറച്ചു ദിവസം കൂടി ഇല്ലായിരുന്നു, ഒന്ന് മദ്രാസ് വരെ പോയിരുന്നു. ഞാനൊന്ന് അങ്ങോട്ട് ചെല്ലട്ടെ. അവിടെങ്ങും ആരുമില്ല. ഇന്നലെ പോയതാ, ഇതുവരെ മടങ്ങിയെത്തിയിട്ടില്ല. ആരുമില്ലേ? ആ, എങ്ങോട്ട് പോകണമെന്ന് വല്ലതും പറഞ്ഞു? ആ, മുത്തശ്ശിക്ക് സുഖമില്ലെന്നോ സീരിയസ് ആണെന്നൊക്കെ പറയുന്നത് കേട്ടു. പറയുമ്പോ വിഷുവിന് വേറൊന്നും തോന്നരുത്. കുറച്ച് ദിവസമായി ഇവിടെ നടക്കുന്ന കാര്യങ്ങളൊക്കെ അല്പം പെശക. നിങ്ങളുടെ വീടിന്റെ മുൻപിലുള്ള മുറിയിലെ ഏതോ ഒരു അലവലാതിയെ കയറ്റി താമസിപ്പിച്ചിരിക്കുക. കണ്ടാലേ അറിയാം അവൻ ആള് ശരിയല്ലെന്ന്. ഇപ്പൊ അവനെയും കുട്ടിയാ നാട്ടിൽ പോയിരിക്കണം. നാട്ടുകാർ പലതും പറഞ്ഞു തുടങ്ങിയിട്ടുണ്ട്. ഇക്കണക്കിനാണെങ്കിൽ നിങ്ങൾ എനിക്ക് വീട് ഒഴിഞ്ഞു തരേണ്ടി വരും. നിങ്ങൾ ആളെ ഡീസന്റ് ആണെന്ന് തോന്നിയതുകൊണ്ടാ ഞാൻ വീട് വാടകയ്ക്ക് തന്നു. ഇത്തരം ചുറ്റിക്കളികൾക്ക് വീട് വാടകയ്ക്ക് തരാൻ എനിക്ക് ബുദ്ധിമുട്ടുണ്ട്. ഞാൻ പേടിച്ചിരുന്നു കേട്ടോ. വിശ്വേട്ടനോ? ഇതെപ്പോ വന്നു? വിശ്വ, ഇത് ഉണ്ണികൃഷ്ണനാണ്. നമ്മൾ തമ്മില് നിങ്ങൾ അകത്ത് പോ, എനിക്ക് ഇയാളോട് അല്പം പേഴ്സണൽ ആയിട്ട് സംസാരിക്കാനുണ്ട്. ചെല്ലേ. നല്ല ആളാ. ഇതെവിടെയായിരുന്നു ടൂറ്? ഭർത്താവ് എന്നൊക്കെ പറഞ്ഞാൽ കുറച്ചുകൂടെ ഉത്തരവാദിത്തങ്ങളൊക്കെ വേണം. ഞാനിവിടെ ഇല്ലാതെ കാണായിരുന്നു. ഒരു ആൾമാറാട്ടം നടത്തിയാണെങ്കിലും നിങ്ങൾ ഇവിടെ ഇല്ലാത്തതിന്റെ കുറവ് ആരും അറിയാത്ത രീതിയിൽ ഞാൻ മാനേജ് ചെയ്തിട്ടുണ്ട്. ആച്ചാ,
ഇനി പഠിക്കാതെ അങ്ങ് കാലുകുത്തി കൊല്ലുവാണ് ഞാൻ സിസ്റ്റർ പോവാ. മതി, കൂടുതലൊന്നും പറയണമെന്നില്ല. ഞാൻ ഇവിടെ ഇല്ലായിരുന്നപ്പോ എവിടുന്നോ വലിഞ്ഞു പറയുന്ന ഒരുത്തനെ വീട്ടിൽ കയറ്റി താമസിപ്പിക്കുക, ഭർത്താവാണെന്ന് പറഞ്ഞ് അവനെയും കെട്ടിയിരുന്ന വിളിച്ച് മുത്തശ്ശിയെ കാണാൻ പോവുക. ഞാനെന്നല്ല വേറെ ആര് കേട്ടാൽ ഇതൊന്നും സമ്മതിച്ചു തരാൻ പോണില്ല. എന്താ ഇത്, വെള്ളരിക്കാൻ പറ്റണം? നടന്നതൊക്കെ ഞാൻ വിശ്വനോട് പറഞ്ഞല്ലോ. ശരിയാ, തെറ്റ് തന്നെയാ. പക്ഷെ സത്യം തുറന്നു പറഞ്ഞ വിശ്വൻ എന്നെ മനസ്സിലാക്കുന്നു കരുതി. എന്തോ ഞാൻ വിശ്വം, മറ്റുള്ളവർ പറയുന്നത് കേട്ട് ഞങ്ങളെ തെറ്റിദ്ധരിക്കരുത്. അറിഞ്ഞുകൊണ്ട് ഒരു തെറ്റും ഞങ്ങൾ ചെയ്തിട്ടില്ല. ക്ഷമ ചോദിക്കാൻ പോലും അർഹതയില്ലെന്നറിയാം. എന്നാലും അതല്ല, അയ്യേ, എന്താ ഇത്? ഇന്ദുക്കുട്ടി ഒന്ന് ആലോചിച്ച് നോക്കി. ഈ വിശ്വട്ടിന് മോളല്ലാതെ പിന്നെ ആരാ ഉള്ളത്? അപ്പൊ പിന്നെ മോളെ കുറിച്ച് ആരെങ്കിലും എന്തെങ്കിലുമൊക്കെ പറഞ്ഞ ഞാൻ എങ്ങനെ സഹിക്കുക? പിന്നെ ഇങ്ങനെ ഒരു സാഹചര്യത്തിൽ ഇന്ദുക്കുട്ടി പരിഭവിക്കുന്നതിൽ തെറ്റൊന്നുമില്ല. താൻ പറഞ്ഞതിലും തെറ്റൊന്നുമില്ലടോ. ചുരുക്കി പറഞ്ഞ നിങ്ങളുടെ രണ്ടുപേരുടെയും ഭാഗത്തും ഒരു തെറ്റുമില്ല. അതെ, ഒരു സന്തോഷ വാർത്തയായിട്ട് ഞാനിപ്പോ ലാൻഡ് ചെയ്തിരിക്കുന്നത്. മദ്രാസിൽ നിന്ന് ഫൈനാൻസ് എല്ലാം ശരിയായി. അടുത്ത് തന്നെ കസ്റ്റമേഴ്സിന്റെയും മറ്റുള്ളവരുടെയും എമൗണ്ട് നമ്മൾ സെറ്റിൽ ചെയ്യുന്നു, സ്റ്റേ വെക്കേറ്റ് ചെയ്ത് വാങ്ങുന്നു, ഇന്ദുമതി കൺസ്ട്രക്ഷൻസ് കംപ്ലീറ്റ് ചെയ്യുന്നു. എന്നിട്ട് അതിന്റെ ഏറ്റവും മുകളിലത്തെ നിലയില് മിസ്റ്റർ വിശ്വനാഥൻ, മിസ്സിസ് ഇന്ദു വിശ്വനാഥൻ, ബേബി അഞ്ജു വിശ്വനാഥൻ, ബേബി സഞ്ജു വിശ്വനാഥൻ, ബേബി മഞ്ജു വിശ്വനാഥൻ. അയ്യോ, അപ്പൊ പെൺകുട്ടികൾ മാത്രം മതിയോ? പോരാ, മാസ്റ്റർ വിനയ് വിശ്വനാഥൻ, മാസ്റ്റർ വിനീത് വിശ്വനാഥൻ, മാസ്റ്റർ വിനു വിശ്വനാഥൻ. അയ്യോ